ഹായ് ഹലോ നമസ്കാരം. അമ്പിളി ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലെയിൻ ചുരിദാറിൽ ത്രെഡ് വർക്കും പിന്നെ ബീഡ്സ് വർക്കുമാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ചുരിദാർ. ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് മുത്തുണ്ടല്ലോ, അതും കൂടെ നമ്മൾ വെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ത്രെഡ് വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ റിങ് ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് താഴെ നിന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം സൈഡിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. ഏകദേശം നക്ഷത്രം പോലെ. ഈ സ്റ്റിച്ചിനെ പറയുന്ന പേര് സ്റ്റാർ സ്റ്റിച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നക്ഷത്രം പോലെയാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തെയും ഭാഗത്തേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം ആറ് സ്റ്റിച്ച് വരുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പോയിന്റിൽ നിന്ന് തന്നെ കുത്തി എടുക്കുക. നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാവും കേട്ടോ. കുത്തിയെടുത്ത ശേഷം താഴേക്ക് ഇറക്കി കെട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് അതിൽ വൈറ്റ് പേൾ എങ്ങനെയാണ് വെച്ച് കൊടുത്തതെന്ന് നോക്കാം. വൈറ്റ് മുത്ത് നമുക്ക് വൈറ്റ് മുത്ത് മേടിക്കാൻ കിട്ടുക ചിലപ്പോൾ മാല രൂപത്തിലായിരിക്കും കേട്ടോ. കോർത്തിട്ടായിരിക്കും കിട്ടുക. ഞാൻ ഇപ്പോൾ കോർത്തതാണ് മേടിച്ചത്. ചെറിയ മുത്തുകളാണ് കേട്ടോ. മുത്ത് കോർത്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ കോർത്തെടുക്കേണ്ടി വരും കേട്ടോ. ഇത് തീരെ ചെറിയ മുത്താണ് മേടിച്ചിരിക്കുന്നത്. ഇതിനും വലിപ്പത്തിലുള്ള പല വലിപ്പത്തിലുള്ള മുത്തുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ഇപ്പോൾ 2-3 സ്ഥലത്ത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെക്കണ ഭാഗത്ത് നമ്മൾ എത്രയാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അളവെടുത്ത ശേഷം ആ കോർത്തതിൻ്റെ കോർത്ത നൂലിൽ തന്നെ നമ്മൾ സൂചി കോർത്ത് കൊടുക്കുക. അവിടെ കറക്റ്റ് അളവാവണം കേട്ടോ. ബാക്കിയുള്ള മുത്തൊക്കെ നമുക്ക് നീക്കി കൊടുക്കാം. കണ്ടപ്പോൾ കറക്റ്റ് അളവായിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ നൂലിൽ തന്നെ നമ്മൾ സൂചി കോർത്തതിന് ശേഷം അത് താഴേക്ക് കുത്തിയിറക്കി കൊടുക്കുക. നീളനെയാണല്ലോ നമ്മൾ വയ്ക്കുന്നത്. അപ്പം അതിനനുസരിച്ച് താഴെ ഭാഗത്തും മോൾ ഭാഗത്തും നമ്മൾ കുത്തി ഇറക്കി കെട്ടിട്ട് കൊടുക്കുക. നന്നായി ഉറപ്പിക്കാൻ ശ്രദ്ധിക്കണേ. അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും നമ്മൾ ചെയ്യുക. കണ്ടോ, ഇപ്പം നീളിരിക്കുന്ന കണ്ടോ. താഴേക്ക് കുത്തി ഇറക്കിയ ശേഷം കെട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ നേരെ ഇരിക്കുന്ന കണ്ടോ. ഇനി അത് ഉറച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സാധാരണ സൂചി നൂലെടുത്ത ശേഷം താഴെ നിന്ന് കുത്തിയെടുത്ത ഇത് അപ്പുറത്തേക്ക് ആ മുത്തിൻ്റെ ഇടയിൽ കൂടി കുത്തി ഇറക്കി കൊടുക്കുക, കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ, വീണ്ടും താഴെ നിന്ന് കുത്തിയെടുക്കുക. ഇങ്ങനെ ഓരോ മുത്തിൻ്റെ ഇടയിൽ വെച്ച് അതവിടെ ഉറപ്പിച്ച് വെക്കേണ്ടതാണ് കേട്ടോ. ഇത് നമുക്ക് ചുരിദാറിലോ കുഞ്ഞു ഉടുപ്പുകളിലോ ഒക്കെ ചെയ്യാം കേട്ടോ. കുട്ടികളുടെ ഉടുപ്പിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അത് നമുക്ക് ആ മുത്ത് ഏത് രൂപത്തിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം അതേ ഷേപ്പിൽ ഉറപ്പിച്ച് കൊടുത്താൽ മതി. ഫൈനൽ ലുക്ക് കണ്ടില്ലേ എങ്ങനെയുണ്ട്?